കോൾ ചെയ്യാൻ മറക്കല്ലേ. ഏട്ടൻ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഓക്കെ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പണിക്കരെ. ഓ ആയിക്കോട്ടെ. എന്നാ ശരി. ശരി ആയിക്കോട്ടെ. ഞാൻ അമ്മയൊക്കെ പറഞ്ഞയച്ചിട്ട് വരാം. എന്നാ ചെല്ലുമോളെ. അയ്യോ, ഒരു തടസ്സം മാറിക്കിട്ടി. കല്യാണം ഇനി എന്താവുന്നോ എന്തോ. എനിക്ക് ശ്രീകരനെ മാത്രം മതി അമ്മായി അമ്മേ. നിങ്ങളുടെ വീട്ടിലെ ആചാരങ്ങളല്ല. എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഞാനാണ് ജീവനെന്നും അദ്ദേഹത്തിന്റെ പ്രാണനെന്നും പലവട്ടം എന്നോട് പറഞ്ഞ ശ്രീകരേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാവുകയാണോ? എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വിവാഹ നിശ്ചയങ്ങാനും നടന്നു കാണോ ഇനി? അവനി നിന്റെ ഭർത്താവ് നിന്നെ വേണ്ടെന്ന് വെച്ച് വേറൊരു വിവാഹത്തിന് പോയി. നിനക്കത് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും അതാ സത്യം. നീ ആഗ്രഹിക്കുന്നത് ഒന്നാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാ. എന്താ നിന്റെ തീരുമാനം? എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. ആ സമയത്ത് തിരിച്ചു ഞാൻ ഇങ്ങോട്ട് വരാതെ അകത്തേക്ക് കയറി ചെന്നിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഇപ്പോഴല്ല, അപ്പ തോന്നണമായിരുന്നു. ആ ക്ഷണം നിനക്കത് തോന്നിയിരുന്നെങ്കിൽ നിന്റെ കഥ ഇപ്പൊ മറ്റൊന്നായേനെ. ഇനിയും നീ ഇവിടെ ത്യാഗം ചെയ്തോണ്ട് ഇവിടെ ഇരുന്നു കഴിഞ്ഞാ നിന്റെ ജീവിതത്തെ നിന്റെ കൈകൾ കൊണ്ട് നീ നശിപ്പിച്ചതുപോലെയാകും. നിന്റെ അവകാശങ്ങളെയും നിന്റെ സ്ഥാനത്തെയും നിനക്കിപ്പൊ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാകും. എല്ലാം സംഭവിച്ച ശേഷം സമുദ്രത്തിൽ നിന്നും സൂചി എടുക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുള്ളതായി മാറും നിന്റെ ജീവിതം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നോട് ദ്രോഹം കാണിക്കാതെ നിനക്ക് നീ തന്നെ ന്യായം കാണിക്കുന്ന ദിശയിലേക്ക് ചുവട് വെക്ക. ശ്രീകരന് പേടിയാണ്. നീ തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് ചുവട് വെക്ക. നിന്റെ കഴുത്തിൽ അദ്ദേഹം കെട്ടിയ താലിയുണ്ട്. പിന്നെ നീ എന്തിനാലോചിക്കുന്നത്? നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് പറയുന്നില്ലെങ്കിൽ നിന്നെ കുറിച്ച് നീ തന്നെ പറ. ശ്രീകർ നിന്നെ ഇപ്പൊ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലല്ലോ. നേരെ അവരുടെ വീട്ടിലേക്ക് പോയി ഞാൻ നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി കഴിഞ്ഞ മരുമകളാണെന്ന് പറഞ്ഞേക്ക. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്നാ നിന്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണിനെ കൊടുത്തേക്ക്. അതിനേക്കാൾ എന്റെ പ്രാണം വിട്ടുകൊടുക്കുന്നത് എളുപ്പം. അങ്ങനെയുള്ളപ്പോ അവിടുത്തെ അച്ഛനോടും അമ്മയോടും നിന്റെ പ്രേമത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും തുറന്നു പറ. അപ്പോഴേ നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും.
എത്രയോ ആളുകൾക്ക് നന്മ മാത്രം ചെയ്ത ആ മനുഷ്യര് നിന്നോട് ദ്രോഹം ചെയ്യില്ല. മകൻ താലി കെട്ടിയ പെൺകുട്ടിയെ പുറത്താക്കില്ല. നിനക്ക് ന്യായം മാത്രമേ സംഭവിക്കൂ. നിനക്ക് ന്യായം മാത്രമേ സംഭവിക്കൂ. നീ നിന്നെ സമാധാനിപ്പിച്ച് കഴിയുന്ന അത്രയും കാലം ആ ദൈവത്തിന് പോലും നിനക്കൊരു പരിഹാരം കണ്ടെത്താനാവില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് സത്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇനി ശാശ്വതമായി കണ്ണീര് മാത്രമേ കാണൂ. എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോകരുതെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ സംഭവിച്ചതെല്ലാം പറയണം. നാളെ തന്നെ പറയാം. ഇവിടെ നിർത്തേട്ടാ. ഇതാ നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് പറയാത്തപ്പോ നിന്നെ കുറിച്ച് നീ തന്നെ പറയണം. എപ്പോഴെങ്കിലും നീ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതത്തില് ഇനി ശാശ്വതമായി കണ്ണീര് മാത്രമേ കാണൂ. അച്ഛനും അമ്മയ്ക്കും എന്നെ കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് അവര് മനസ്സിലാക്കും. നിങ്ങളുടെ മകന് ചില കാരണങ്ങൾ കൊണ്ട് സത്യം തുറന്നു പറയാനാവുന്നില്ലെങ്കിലും അദ്ദേഹം എനിക്ക് താലി കെട്ടിത്തന്നു. ഞാൻ നിങ്ങളുടെ മരുമകളാണെന്ന് എനിക്ക് പറയണം. ഒന്ന് വേഗം വരുന്നുണ്ടോ? സമയായി വാ. അയ്യോ, വെറുതെ സമയം കളയാൻ വേണ്ടിട്ട്. അവിടേക്ക് എന്തിനാ വന്നേ? ശ്രീകർ ഇവിടെ ഇല്ല. എനിക്കിവിടുത്തെ അമ്മയോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? പേഴ്സണലാ. അത്ര പേഴ്സണൽ എന്താ? നിങ്ങളോട് പറയാൻ പറ്റുന്നതല്ല. അത്ര വലിയ രഹസ്യമാണോ? എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആഹാ, നിന്റെ ജീവിതം ഇവിടുത്തെ അച്ഛനും അമ്മയായിട്ട് എന്ത് ബന്ധം ഉള്ളത്? വേറെന്താ, ശ്രീകറിനൊരു കല്യാണം സെറ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇനി എന്തോ ആഗ്രഹം ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇത്ര കാലം മായം കാണിച്ച് ഒരുപാട് ട്രൈ ചെയ്തു നോക്കി. ഇനി നിനക്ക് അതിന് അവസരമില്ല. എന്താന്ന് വെച്ചാ ഇന്നലെ ശ്രീകറിന്റെ നിശ്ചയം കഴിഞ്ഞു. എന്റെ മകളുമായിട്ടുള്ള കല്യാണം നടക്കാനും ശ്രീകറിന് മറ്റൊരു ആലോചന വരാതിരിക്കാനും ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഞാൻ എന്തായാലും എന്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു. നീ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഇനി ഒരു അർത്ഥവുമില്ല. ഇനി നീ ശ്രീകറിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഓ, നിന്റെ മുരളിച്ചേട്ടന് ഫോൺ ചെയ്ത് ചേട്ടാ നീ എന്നെ അതിഥിയായിട്ട് വേദവതിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ നല്ലൊരു പ്ലാൻ ഇട്ട് ആ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ ചാൻസ് അങ്ങ് മിസ്സായി ചേട്ടാ, നിങ്ങൾ പറ. എന്ത് സംഭവിക്കുന്നേ? അമ്മമ്മയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്നിട്ട് എന്താ അവളെ പടിക്ക് പുറത്ത് നിർത്തിയത്? അകത്തേക്ക് കാല് വെക്കാൻ പാടില്ലെന്ന് അമ്മമ്മ തന്നെയല്ലേ പറഞ്ഞത്? പോരാഞ്ഞിട്ട് അവളുടെ കരണത്തും അടിച്ചു. അന്നത്തെ അവസ്ഥ മറ്റൊന്നായിരുന്നു. അവനോട് അകത്തേക്ക് വരാൻ പറ. അല്ല, നിങ്ങളെന്തോ പുറത്തേക്ക് പോകാൻ തോന്നുന്നു. എങ്കിൽ പൊയ്ക്കോളൂ. പുറത്തുള്ളവർക്കുള്ള വാല്യൂ
അകത്തുള്ളവർക്കില്ല. വല്ലാത്തൊരു ജീവിതം തന്നെ. നടക്ക് പോകാം. വാ മോളെ. അവിടെ തന്നെ നിന്ന് എന്താ മോളെ? അകത്തേക്ക് വാ. ഇരിക്കും മോളെ. കുഴപ്പമില്ലമ്മേ. മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറ മോളെ. മോൾക്കെന്താ ഞങ്ങളോട് പറയാൻ മടി? പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷേ എന്തോ ഒരുപാട് മനപ്രയാസമുള്ളവർ ആലോചിക്കുന്ന പോലെ നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ മോളെ? ശ്രീകരേട്ടന് മറ്റൊരു പെൺകുട്ടിയായിട്ട് നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനുമായിട്ട് കല്യാണം കഴിഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് പറയാനായിട്ട് ഇനിയും സന്ദേഹിക്കേണ്ട ആവശ്യമില്ല. എനിക്കതിനുള്ള അവകാശമുണ്ട്. പറയണം. ഞങ്ങളുടെ ബന്ധം എന്താണെന്നുള്ളത് പുറത്തറിയണം. പറയും മോളെ. അത് ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാ... നിക്ക് മോളെ. നിന്റെ മനസ്സിൽ എന്തോ വലിയ സങ്കടമുള്ളതുകൊണ്ടാ നെറ്റിയിൽ ഇങ്ങനെ വീർപ്പ് വരുന്നത്. മോളുടെ ടെൻഷനൊക്കെ മാറ്റി സാവകാശം പറ. അത് ശരിക്കും കുറച്ച് കാര്യങ്ങൾ മോളോട് പറയാൻ വേണ്ടി ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതെന്താണെന്ന് വെച്ചാ... ഒന്ന് ധൃതി വെക്കാതെ. ആവണിക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് പൂർണ്ണമായിട്ട് അറിയണം. അവനി, മോളിങ് വന്നേ. വാ. അകത്തേക്ക് വാ മോളെ. നീ അമ്മയെ സംരക്ഷിച്ചവനാണ്. മോൾ ഈ കാണുന്ന അമ്മയെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. വാ. ഒരിക്കൽ ഈ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളെല്ലാം തന്നെ വരൾച്ചയില് തകർന്നു പോയിരുന്നു മോള്. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഉഴാനിറങ്ങിയപ്പോഴാണ് ഈ അമ്മയെ കിട്ടിയത്. തുളസിയുടെ ജാതകത്തിലുള്ളൊരു കുട്ടിയെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കി അവളെ കൊണ്ട് പൂജകൾ ചെയ്യിക്കണം, നിവേദ്യവും സമർപ്പിക്കണം. അപ്പോൾ അന്നപൂർണ മാതയുടെ കടാക്ഷം ലഭിച്ച് നാട് ഹരിത നിബിഡമാകും. എല്ലാ വർഷവും നിങ്ങളുടെ മരുമകള് ഈ മൂക്കുത്തി ധരിച്ച് ഈ ആചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. അവൾക്ക് ശേഷം ആ തലമുറയുമായി ബന്ധപ്പെട്ട മരുമകളോ നിങ്ങളുടെ വീട്ടിലെ മകളോ അങ്ങനെ തലമുറകളായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. സ്വാമി എന്ന് പറഞ്ഞതുപോലെ ആ ജാതകത്തിൽ പിറന്നതുകൊണ്ട്
അങ്ങനെ ഞാൻ ഈ വീട്ടിലെ മരുമകളായി. അങ്ങനെ ഗ്രാമങ്ങളിലെ പട്ടിണി മാറാനൊരു കാരണമായി. എന്റെ ജാതകത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ ഈ വീട്ടിൽ കാലെടുത്ത് കുത്താവൂ. രാധാകൃഷ്ണൻ തിരക്ക് കാണിച്ച് മറ്റൊരു ജാതകത്തിൽ പിറന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. വരാൻ പോകുന്ന മരുമകൾ എപ്പോഴും എന്റെ ജാതകത്തിൽ പിറന്ന പെൺകുട്ടി തന്നെയായിരിക്കണം. ഭരണി നക്ഷത്രം, മേടരാശി, കാർത്തിക മാസം, അതുപോലെ വെള്ളിയാഴ്ച ദിവസം ജനിച്ച പെൺകുട്ടിക്ക് എന്റെ ചെറിയ മരുമകളാകാനുള്ള അർഹതയുള്ളൂ. മറ്റാർക്കും സാധിക്കില്ല. മറ്റൊരു ജാതകത്തിൽ പിറന്ന പെൺകുട്ടിക്ക് സ്വപ്നത്തിൽ പോലും എന്റെ മരുമകളായി ഇവിടെ കാലുകുത്താനാവില്ല. അങ്ങനെ സംഭവിച്ച ആ നിമിഷം എന്റെ ശ്വാസം നിലച്ചു പോകും. അന്ന് ആ ഗ്രാമോത്സവത്തിൽ വെച്ച് ഈ മൂക്കുത്തി നിനക്ക് കിട്ടിയത് മോളെ. വരാൻ പോകുന്ന മരുമകള് ഈ മൂക്കുത്തി എടുത്ത് ധരിച്ച് അവള് പ്രസാദം തയ്യാറാക്കി ആ നിവേദ്യം സമർപ്പിച്ചാലേ ഇവിടുത്തെ ഗ്രാമങ്ങളെല്ലാം സസ്യശ്യാമളമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും വരൾച്ച അവരെ തേടി വന്നിരിക്കും. ഇതൊരു അന്ധവിശ്വാസമല്ല മോളെ, എല്ലാവരും വിശ്വസിക്കുന്നതാണ്. നിന്നെ മരുമകളാക്കണമെന്ന് ഞങ്ങൾ എത്രയോ തവണ ആഗ്രഹിച്ചതാണ്. ഈ വീട്ടിലെ മരുമകളാകണമെന്ന് നിനക്ക് ഒരുപാട് തവണ തോന്നിയിട്ടില്ലേ മോളെ? നിന്നെ വേണ്ടെന്ന് പറയാനുള്ള കാരണം നിന്റെ ജാതകമാണ്. നിന്റെ ജാതകത്തെക്കുറിച്ച് നിന്റെ മുരളിച്ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് അപ്സെറ്റായി പോയി. അശ്വതി നക്ഷത്രം, തുലാരാശി, വൈശാഖ മാസം, വ്യാഴാഴ്ച ദിവസം ജനിച്ചു. ശ്രീകരനോടും ആവനിയെ മുരളിയുടെ പെങ്ങളായി കാണണം, മറ്റൊരു രീതിയിലും കാണരുതെന്നും പറഞ്ഞിരുന്നു. ജാതകം ചേർന്നിരുന്നെങ്കിൽ ഈ ജീവിതം മുഴുവൻ നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതിന് മോളെ. എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ ജാതകത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവന്റെ നിശ്ചയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ പെൺകുട്ടിയും നിന്നെ പോലെ സുന്ദരിയായ ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയാ മോളെ. നല്ല മുഹൂർത്തങ്ങളൊന്നും ഇപ്പൊ ഇല്ലെന്നാ പണിക്കരെ നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ അവന്റെ കല്യാണം നടന്നേനെ. ഇന്ന് എന്താണാവോ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഒന്നും മറച്ചു വെക്കാതെ നിന്നോട് പറഞ്ഞത്. നിനക്ക് ഞങ്ങളുടെ ശ്രീകരന്റെ ഫ്രണ്ടായിട്ടും ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയും എപ്പോ വേണമെങ്കിലും നിൽക്കാൻ പറ്റും. മാത്രമല്ല ശ്രീകരന്റെ കല്യാണത്തിന് മുഖ്യ അതിഥിയായി നീയും വരണം മോളെ. കേട്ടല്ലോ? അവനി 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 ചേട്ടാ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ടോ. അവനി മോളെ, അവനി കണ്ണു തുറക്കും മോളെ.
ഏട്ടാ ഒന്ന് വേഗം വന്നേ. ഈ വെള്ളം കുടിക്കുമ്പോളെ ഇപ്പൊ ഓക്കെ അല്ലേ മോളെ?